അതാണാ പറഞ്ഞത്. അല്ലാതെ കാണാൻ കൊണ്ടല്ല. ഇവിടെ ഒരു കാര്യം നീലു, നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഒരു 19 ഗോൾഡ് വാങ്ങാം. എന്തിനാ പണയം വെക്കാനാ? അതിനവിടെ ഉണ്ടല്ലോ പണയം വെച്ചതുകൊണ്ട് വെക്കാത്തതുകൊണ്ട് ഓഫർ ഉണ്ട്. പണയം വെക്കണം. നിങ്ങൾ ഈ ഗോൾഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഉപ്പും മുളകിന്റെയും ടെലകാസ്റ്റ് ടൈം എത്രയാ? അതിന്റെ സ്വർണം ഗോഡ് ഗിഫ്റ്റ് ജ്വല്ലറി ആണ് അതിന്റെ ഗിഫ്റ്റ് നൽകുന്നത്. ഞാൻ പറഞ്ഞാൽ മതിയോ? നിങ്ങൾ അങ്ങോട്ടേക്ക് പൊയ്ക്കോളൂ. അല്ല, നമ്മള് പറഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടോ? അല്ല, നിങ്ങൾ പറയാൻ അല്ല, അങ്ങനെയാണ് പിന്നെ നമുക്ക് പറയാലോ. നിങ്ങൾ അനൗൺസ് ചെയ്യണം, വിന്നേഴ്സിനെ നിങ്ങളാണ് അനൗൺസ് ചെയ്യേണ്ടത്. അങ്ങനെ അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഇനിയിപ്പോ ഷോപ്പിംഗ് എന്ന് വെച്ചാൽ കുറെ സ്ഥലങ്ങളുണ്ട് ദുബായ് എന്ന് വെച്ചാൽ. ഇറ്റ്സ് എ ഹ്യൂജ് പ്ലേസ്. അപ്പൊ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ എങ്ങോട്ട് ആദ്യം പോകണ്ടേന്നോ? ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലുമൊക്കെ പ്ലാൻ பண்ணி ചെയ്ത് ദുബായ് മാളി പോവാല്ലേ? പ്ലാനിങ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാൻ ചെയ്ത് പറഞ്ഞില്ലേ? ദുബായിലുണ്ട്. കാശൊക്കെ എടുത്തില്ലേ? അതെനിക്കറിയാലോ, ഞാൻ തന്നെ എടുക്കേണ്ടി വരും. കുട്ടമ്പളെ നമ്മളൊരു കാര്യം ഞാൻ ഇത്ര നേരം ഇവിടെ ആയിരുന്നിട്ട് ഞാൻ വിളിച്ചില്ല കുട്ടമ്പളെ. കെട്ടിയത് എന്തോ സ്ത്രീധനം പോലും വാങ്ങാണ്ടല്ലേ കെട്ടിയത്. ഏക്കർ കണക്കിന് എഴുതി കൊടുത്തിട്ടാണ് കെട്ടിയത്. ഒരു സെന്റ് പോലും സ്വന്തം പേര് എഴുതി തന്നിട്ടില്ല ഇതുവരെ. ഒരു സെന്റ് പോലും കൊടുത്തൊന്നുമില്ല. ഞാൻ വഴക്കിടാൻ വന്നതല്ല, ദുബായ് കാണാൻ വന്നത്. ദുബായ് കാണാൻ വന്നത്. പിള്ളേര് 4 ആയി. അവർക്ക് കല്യാണ മൂത്ത ഇറക്കാൻ കല്യാണ പ്രായമായി മുടിയന്. ഇതുവരെ ഒരു സെന്റ് തല എഴുതി തന്നിട്ടില്ല. കല്യാണമൊക്കെ അവര് തീരുമാനിക്കണം, നിങ്ങൾ ഫോഴ്സ് ചെയ്ത് കെട്ടിക്കേണ്ട ആവശ്യം. ഇനിയിപ്പോ ആ സ്ഥലം കാണിച്ചു വേണം എന്റെ 2 പെൺകുട്ടികളെ കെട്ടിച്ചിടാൻ. അതുകൊണ്ടാണ് എഴുതി കൊടുക്കാതിരുന്നത്. ഇപ്പൊ മനസ്സിലായില്ല എന്റെ ബുദ്ധി എന്തോരം ഉണ്ടെന്ന്. നിങ്ങൾ ഇപ്പം ഷോപ്പിംഗ് ഒക്കെ ചെയ്താൽ ഇപ്പൊ ഉള്ള പൈസയും കൂടെ കളയേണ്ട ആവശ്യമുണ്ടോ? ഷോപ്പിംഗിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഉടുപ്പൊക്കെ ഇല്ലേ കുട്ടികളെ? എന്തിനാ വെറുതെ ഈ ഷോപ്പിംഗ് ചെയ്യുന്നത്? ഉടുപ്പെടുക്കാൻ പോണു. പിന്നെ എന്തെടുക്കാനാ? അവൻ ബർഗർ കഴിക്കാൻ വന്നതാ, വെറൈറ്റി ബർഗർ. ആണോ? ഓക്കെ. അപ്പൊ എങ്ങനെ പോവും? ഇവിടെ ഓട്ടോ ഒന്നും ഇല്ല. കുതിരവണ്ടി ഉണ്ടാവോ? ഒരു കാര്യം കുട്ടമ്പിള്ളെ വിളിച്ചിട്ട് വസ്തുവിനൊരു കാര്യത്തിൽ തീരുമാനാക്ക്. നമുക്ക് നെയ്യാറ്റിങ്കരെ പോയി ചെറിയ പേര് വിളിച്ചാൽ ഇപ്പൊ ഇവിടെ ഇടിയുള്ളൂ. മാരി വില്ലിൻ നമ്മള് വഴക്കൂടുന്നതല്ല, നമുക്ക് എന്തെങ്കിലും രസകരമായ സംഭവങ്ങളൊക്കെ പറയാം. വഴക്കൂടുന്നത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല അവരിക്കുന്നത്. ചെറിയൊരു പരാതിയുണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഈ വഴക്കമുള്ള ഈ വഴക്കിന്റെ നേരത്തിന്റെ ഇടയിൽ എങ്ങനെ അതിനെ കൊണ്ട് പറയരുത്. ബാലു, എനിക്കൊരു സാധനം വാങ്ങിച്ചു തരോ? എന്തോ? ഗോൾഡിന്റെ ആണ്. പ്ലാറ്റിനം മതിയാ? ഇല്ല, പ്ലാറ്റിനം വേണ്ട, അത്രയും കൂടിയൊന്നും വേണ്ട. ഗോൾഡിന്റെ ആണ്. ഒരു മൂക്കുത്തി മേടിച്ചു തരോ? മൂക്കുത്തി ചെറിയ സാധനമാണ്. അത് നല്ല കേട്ടോ. ഒരു പെണ്ണിന് ഐശ്വര്യാണ് മൂക്കുത്തി. എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇതിപ്പോ പറഞ്ഞത് കറക്റ്റ്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ആ പെണ്ണായിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ വരുന്നിരുന്നില്ല. ഇപ്പൊ ഞാൻ ആണായതുകൊണ്ട് ഞാനാണ് കുടുംബം നോക്കണം. കറക്റ്റ്. ഇപ്പോഴെങ്കിലും തോന്നിയത് ചേട്ടനെങ്കിൽ പിന്നെ മൂക്കുത്തി ധരിക്കണം. അതാ പിന്നെ നിങ്ങൾക്കൊരു മൂക്കുത്തിയാലോ? വീട്ടിരിക്കല്ലേ, പെണ്ണല്ലേ? ഫാഷനാ. ഇവിടെ ദുബായിൽ പല പയ്യന്മാരുടെ മൂക്കില് ഞാൻ മൂക്കുത്തി കണ്ടായിരുന്നു. ഒരു കയറ് പയ്യന്മാർക്കിടാൻ എനിക്കിടാം, കുഴപ്പമില്ല. അതിപ്പോ നീ പറയണ്ടല്ലോ, വെള്ളി നീ പറയണ്ടല്ലോ എപ്പോഴും. എന്തായാലും ഇപ്പം ഉപ്പും മുളകും എല്ലാരും കൂടി ഇപ്പൊ നിങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നല്ല ഉറക്ക ക്ഷീണത്തിലാണ്. അപ്പൊ ഞാൻ പോയി കിടന്ന് ഉറങ്ങിയാലോ? കുറച്ചേരം ഒരു പവർ നാപ്പ് ഒക്കെ എടുത്താലോ? പക്ഷെ ഇവിടെ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. സോ കണ്ടിന്യൂ ടു സെൻഡ് യുവർ ആൻസേഴ്സ് ടു വാട്സ്ആപ്പ് 05694700947 അയക്കേണ്ട ഫോർമാറ്റ് ഗോഡ് ഗിഫ്റ്റ് ജ്വല്ലറി സ്പേസ് ആൻസർ സ്പേസ് നെയിം. ആൻഡ് ഇനി ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പൊ ഉപ്പുമുളകും എല്ലാരും ഒരു ബായ് പറഞ്ഞ നമ്മുടെ പ്രേക്ഷകരോട്. തിരിച്ചു വരുന്നും കൂടി പറയണം. മിക്കവാറും പ്രേക്ഷകരെ നിങ്ങളിപ്പോ പുറത്തുണ്ടെങ്കിൽ ഏതെങ്കിലും മോളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഉപ്പുമുളക് അവരെ പോലെ കാണുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ പോയി അവര് തന്നെയാണ് ഷേക്ക് ഹാൻഡ് കൊടുക്കുക, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, വേണമെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തോളൂ. ബർഗറോ ബർഗർ വാങ്ങിച്ചു കൊടുക്കാം. ഇവർക്ക് സത്യം പറയാൻ പൈസ ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഫ്രീ ആയിട്ട് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി പ്രത്യേകിച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു us and ഉപ്പും മുളകും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഭയങ്കര എന്റർടൈനേഴ്സ് ആണ്. ഇൻസ്പയർഡ് ഓഫ് നോട്ട് ബീയിങ് എ ഫാമിലി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പം ഡൗട്ടാണ്, ശരിക്കും നിങ്ങളൊരു ഫാമിലി ആണോ എന്ന് ഡൗട്ടാണ് ശരിക്കും. ചിലപ്പോ ആയിരിക്കും, പറയാൻ പറ്റില്ല. കഴിഞ്ഞ ജന്മത്തില് നല്ല ഹിറ്റായ ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങളുടെ പുറത്ത് ഓട്ടോ നിപ്പുണ്ട്, നിങ്ങൾ ഷോപ്പിങ്ങിന് പൊയ്ക്കോളൂ. ഞാനൊരു അടിപൊളി പാട്ടൊക്കെ ആയിട്ട് ഇവിടെ റിലാക്സ് ചെയ്ത് സൈക്കിൾ പാട്ടിട്